ഡിഗ്രിക്ക് ശേഷം PG പഠനം ഇന്ത്യയിലെ കിടിലൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നായാലോ? ജോയിൻ Prepwise UG+, കേരളാസ് No.1 PG എൻട്രൻസ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം. CUET PG, IIT JAM, TISNET, CMAT കോച്ചിംഗ് പ്രോഗ്രാമുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു Prepwise UG+. Prepwise UG+ലേക്ക് ഏവർക്കും സ്വാഗതം. CUET PG 2023 സംബന്ധിച്ചുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്മിറ്റ് കാർഡിനെ പറ്റിയാണ്. നിങ്ങൾ എത്രയൊക്കെ അപ്ലിക്കേഷൻ നല്ലപോലെ ചെയ്താലും, നിങ്ങൾ എത്ര പോലെ നല്ലപോലെ എക്സാമിൽ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും, അത് സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ഈ അഡ്മിറ്റ് കാർഡും കൊണ്ട് വേണം എക്സാമുകളിൽ എത്താൻ. സോ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എഗെയിൻ അഡ്മിറ്റ് കാർഡിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക? മറ്റ് അഡ്മിറ്റ് കാർഡ് സംബന്ധ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. അഡ്മിറ്റ് കാർഡിന് എത്രത്തോളം പവർ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു സെഷനിലൂടെ മനസ്സിലാക്കാം. സോ ഇതുപോലത്തെ സെഷൻസ് എല്ലാം ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അതിനോടൊപ്പം തന്നെ സെഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അഡ്മിറ്റ് കാർഡിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് തുടക്കത്തിലെ പ്രൊവൈഡ് ചെയ്യുന്നതല്ല. നിങ്ങൾ അപ്ലൈ ചെയ്ത് എക്സാമിന്റെ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പായിട്ട് മാത്രമേ അഡ്മിറ്റ് കാർഡ് തരികയുള്ളൂ. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് ഒരുപാട് മുമ്പേ തന്നെ തരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ സെക്യൂരിറ്റി റീസൺസ് ആണ് പറയുന്നത്. പലപ്പോഴും അഡ്മിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ സെന്റർ എവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ പലവിധ മാൽ പ്രാക്ടീസുകൾക്കായിട്ട് ആ വിവരം ഉപയോഗിക്കുന്നു എന്ന പേരിലാണ് ഇപ്പോൾ എക്സാമിന്റെ ഒരു 3-4 ഡേയ്സ് ഒക്കെ മുമ്പ്, പലപ്പോഴും എക്സാമിന്റെ തൊട്ട് തലേന്ന് അല്ലെങ്കിൽ 2 ദിവസം മുമ്പൊക്കെ ആയിട്ടും അഡ്മിറ്റ് കാർഡ് കൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ. സോ ഹോപ്പ്ഫുള്ളി ഒരു 4-5 ദിവസം മുമ്പെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. അപ്പൊ എങ്ങനെയാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ CUET.nta.nic.in അപ്ലൈ ചെയ്ത അതേ പോർട്ടലിൽ കയറിയിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യണം. അല്ലാതെ അവർ മെയിൽ വഴിയൊന്നും നമുക്ക് അയക്കാൻ പോകുന്നില്ല. ഈ പറഞ്ഞ സൈറ്റിൽ അപ്ലൈ ചെയ്ത അതേ സൈറ്റിൽ കയറി നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ട് അഡ്മിറ്റ് കാർഡ് എത്തിയെന്ന് നിങ്ങൾ എന്തായാലും UG+ലൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കയറി ഡൗൺലോഡ് ചെയ്യുക. ഇനി നോക്കുക, the candidate has to download the admit card from the NTA website. The candidate will appear in the examination at the given center on the date and shift timing as indicated in his or her e-admit card. ഇതാണ് അഡ്മിറ്റ് കാർഡിന്റെ ഏറ്റവും അടിപൊളി യൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ യൂസ് ഇതാണ്. നിങ്ങൾക്ക് എക്സാം ഏത് സെന്ററിലാണ്, ഏത് സമയത്താണ് നടത്തുക എന്നുള്ളത് അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ മാത്രമേ നമ്മൾ അറിയുകയുള്ളൂ. ബാക്കി എക്സാമിന്റെ പ്രിപ്പറേഷനും അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ വേറെയാണ്. ബട്ട് ഈ പറഞ്ഞ 2 ഡീറ്റെയിൽസ്, എവിടെ, എപ്പോൾ, ഈ കാര്യങ്ങൾക്കാണ് അഡ്മിറ്റ് കാർഡ് യൂസ് ചെയ്യുക. അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആരും അയച്ചു തരാൻ പോകുന്നില്ല. നിങ്ങൾ കയറി ഡൗൺലോഡ് ചെയ്യണം. ഇനി അഡ്മിറ്റ് കാർഡ് ഇല്ലാതെ നിങ്ങൾക്ക് എവിടെ എക്സാം എഴുതാൻ പറ്റില്ല. ഇനി അഡ്മിറ്റ് കാർഡിൽ പറയുന്ന സ്ഥലത്തോ സമയത്തോ അല്ലാതെ നിങ്ങൾക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാനും സാധിക്കില്ല. അഡ്മിറ്റ് കാർഡിൽ എവിടെയാണോ പോയി എഴുതാൻ പറയുന്നത് അവിടെ തന്നെ പോയി എഴുതണം. അല്ലാതെ വേറൊരു സെന്ററിൽ പോയിട്ട് അതേ സമയം പരീക്ഷ എഴുതാനോ അല്ലെങ്കിൽ അതേ സെന്ററിൽ വേറൊരു സമയത്ത് പരീക്ഷ എഴുതാനോ ഒന്നും തന്നെ സാധിക്കുന്നതല്ല. അപ്പൊ അഡ്മിറ്റ് കാർഡിൽ ഇടയ്ക്ക് എന്താവും? മിസ്റ്റേക്സ് വരാറുണ്ട്. NTA ഭാഗത്ത് നോക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് മിസ്റ്റേക്സ് വരാറുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? NTA ഹെൽപ്പ് ലൈൻ നമ്പറിൽ കണക്ട് ചെയ്യുക. അപ്പൊ എല്ലാ ദിവസവും 10 മണി തൊട്ട് 5 മണി വരെ വർക്കിംഗ് ഡേയ്സിൽ 10 AM to 5 PM വർക്ക് ചെയ്യുന്ന ഒരു നമ്പറാണിത്. ഈ നമ്പറിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലാതെ ഇവരുടെ മെയിൽ ഐഡിയും ഉണ്ട്. ആ മെയിൽ ഐഡിയിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇനി അഡ്മിറ്റ് കാർഡിലെ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി വായിച്ച് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം വേണം എക്സാം എഴുതാൻ പോകാൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടാവും, അതുപോലെ സിഗ്നേച്ചറും ഉണ്ടാവും. അപ്പൊ അഡ്മിറ്റ് കാർഡിലെയും കൺഫർമേഷൻ പേജിലെ എല്ലാം ഫോട്ടോഗ്രാഫിലോ സിഗ്നേച്ചറിലോ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി, എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഈ പറഞ്ഞ ഹെൽപ്പ് ലൈനിൽ വിളിച്ച് കണക്ട് ചെയ്യണം. ബിക്കോസ് ഇതിലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം നിങ്ങൾ എക്സാം എഴുതുന്നതിൽ നിന്ന് ഇവർക്ക് വിലക്കാൻ സാധിക്കും. സോ ഈ പ്രശ്നങ്ങൾ നിങ്ങൾ നേരത്തെ കണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ സ്പോട്ടിൽ വിളിച്ച് കാര്യം പറയുക, അതിന് വേണ്ട പ്രതിവിധി തേടുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ എക്സാം എഴുതാൻ സാധിക്കുന്നതല്ല. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ, നിങ്ങൾക്ക് 2 ദിവസം മുമ്പാണ് അഡ്മിറ്റ് കാർഡ് കിട്ടുന്നത്, നിങ്ങൾക്ക് NTA-യുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ തിരുത്താൻ സാധിച്ചില്ലെന്ന് കരുതുക. കാരണം NTA-ക്ക് ഇങ്ങനെ ഒരാൾക്കായിട്ട് പ്രശ്നം വരുന്നത് വളരെ കുറവാണ്. വരുമ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ചാണ് വരിക. സോ ഈ ഒരേ നമ്പറാണ് തന്നിരിക്കുന്ന, ഈ നമ്പറിലേക്ക് 1000 ആൾക്കാർ വിളിക്കുന്നുണ്ട് ആ ഒരു സമയം. അതുകൊണ്ട് നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ പറ്റിയില്ല എന്ന് കരുതുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വിച്ച് ഈസ്, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് അറിയാം, അല്ലെ നിങ്ങളുടെ കൺഫർമേഷൻ പേജിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് അറിയാം. പക്ഷെ അത് നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല, നിങ്ങൾക്ക് NTA കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. തിരുത്തേണ്ടത് NTA ആണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ സെയിം ഡൗൺലോഡ് ചെയ്ത് വെച്ച അഡ്മിറ്റ് കാർഡുമായിട്ട് പോയി എക്സാം എഴുതാവുന്നതാണ്. നിങ്ങൾ അവിടെയുള്ള ഇൻവിജിലേറ്ററോട് കാര്യം പറയുക. നിങ്ങൾ ട്രൈ ചെയ്തു, നിങ്ങൾ മെയിൽ അയച്ചു, നിങ്ങൾ ഫോൺ വിളിച്ചു, പക്ഷെ പറ്റിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ കൊടുത്ത കൺഫർമേഷൻ പേജും അതുപോലെ അഡ്മിറ്റ് കാർഡിലെയും ഡീറ്റെയിൽസ് തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സെയിം അഡ്മിറ്റ് കാർഡുമായിട്ട് പോയിട്ട് എക്സാം എഴുതാം. എന്നിട്ട് പിന്നെ വേണ്ടപ്പോൾ NTA വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കോളും. സോ അതിനെപ്പറ്റി നിങ്ങൾ ഓർത്ത് വെറിയഡ് ആവേണ്ട. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് ഉറപ്പ് വരുത്തുക. അത് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരിക.
ഇനി അങ്ങനെ വന്നതിൽ അഡ്മിറ്റ് കാർഡിൽ മാത്രമായിട്ടാണ് പ്രശ്നം ഉള്ളതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ല. ബട്ട് രണ്ടിലും കുഴപ്പമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് NTA കണക്ട് ചെയ്ത് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിക്കുക. മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ എക്സാമിന് അപ്പിയർ ചെയ്യുക ബുദ്ധിമുട്ടാവും. ഇനി നോട്ട് ചെയ്യേണ്ട കുറച്ച് പോയിന്റുകൾ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ആരും അയച്ചു തരാൻ പോകുന്നില്ല. നിങ്ങൾ തന്നെ കയറി ഡൗൺലോഡ് ചെയ്യണം CUET.NTA.nic.in കയറിയിട്ട്. ഇനി അഡ്മിറ്റ് കാർഡിന്റെ കോപ്പി നിങ്ങൾ വരുന്ന വഴിക്ക് അല്ല എക്സാം എഴുതാൻ പോകുന്ന വഴിക്ക് അഡ്മിറ്റ് കാർഡ് മിസ്സായെന്ന് കരുതുക. എക്സാമിനേഷൻ സെന്ററിൽ നിന്ന് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിന്റെ കോപ്പി നിങ്ങൾക്ക് നൽകുന്നതല്ല. അഡ്മിറ്റ് കാർഡിൽ യാതൊരുവിധ എഴുത്തോ വരയോ ഒന്നും തന്നെ നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങൾ വളരെ വൃത്തിക്ക് തന്നെ എന്ത് ചെയ്യണം, അഡ്മിറ്റ് കാർഡ് സൂക്ഷിച്ചു വെക്കണം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിലേക്ക് ആവശ്യം വരും. അത് പറയുന്നുണ്ട്, അഡ്മിറ്റ് കാർഡ് മസ്റ്റ് ബി കെപ്റ്റ് ഇൻ ഗുഡ് കണ്ടീഷൻ ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. ഇനി ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അഡ്മിറ്റ് കാർഡ് അവർക്ക് ലഭിക്കുന്നതായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഫോട്ടോഗ്രാഫി ശരിയല്ല കൊടുത്തത്, സിഗ്നേച്ചർ ശരിയല്ല കൊടുത്ത ഡീറ്റെയിൽസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് അഡ്മിറ്റ് കാർഡ് ഇഷ്യൂവേ ചെയ്യില്ല. എന്ന് വെച്ച് ലാസ്റ്റ് പോയിന്റ് നോക്കുക, ഇഷ്യൂ ചെയ്തത് കൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ 100% അവർ പറയുന്നില്ല. അഡ്മിറ്റ് കാർഡൊക്കെ ലഭിച്ചേക്കാം, പക്ഷേ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽഡ് ആവാനുള്ള സാധ്യതയാണ് അവിടെ കൂടുതൽ. അതുകൊണ്ട് തന്നെ അഡ്മിറ്റ് കാർഡ് തന്നു എന്നുള്ളത് കൊണ്ട് അത് ആക്സെപ്റ്റൻസ് ഓഫ് എലിജിബിലിറ്റി ആയിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ കോളേജിലേക്കെല്ലാം ചെല്ലുമ്പോഴാണ് ഫെർദർ സ്ക്രൂട്ടിനി എല്ലാം തന്നെ വരിക. നിങ്ങൾ ഡോക്യുമെന്റ്സ് എല്ലാം കയ്യിൽ വെച്ച് പരിശോധിക്കുന്ന ആ ഒരു സമയത്തായിരിക്കും. നിങ്ങൾക്കറിയാം, CUET PG അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ആകെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചറുമാണ് കൊടുക്കുന്നത്. അതേ സ്ഥാനത്ത് റിസർവേഷൻ അവൈൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാറ്റഗറി റിസർവേഷൻ, സ്പോർട്സ് കോട്ട, മറ്റനേകം കോട്ടകളുടെ കാര്യം നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യുന്നുമുണ്ട്. സോ ഈ ഡോക്യുമെന്റ്സ് എല്ലാം നോക്കിയ ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുകയുള്ളൂ, അഡ്മിഷൻ അവർ തരികയുള്ളൂ. സോ അതിന് എക്സാം എഴുതുന്നതിന് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡൊക്കെ വന്നേക്കാം, പക്ഷേ നിങ്ങൾ അഡ്മിഷന്റെ സമയത്ത് ചെല്ലുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ്സ് അല്ലെ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ എന്തെങ്കിലും തെറ്റാണെന്നുണ്ടെങ്കിൽ അവിടെ അഡ്മിഷൻ ക്യാൻസൽ ആവും. വിച്ച് മീൻസ് അഡ്മിറ്റ് കാർഡ് കിട്ടിയത് കൊണ്ട് നിങ്ങൾ എല്ലാ എലിജിബിലിറ്റിയും ഫുൾഫിൽ ചെയ്യുന്നു എന്നും അർത്ഥമില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് അഡ്മിറ്റ് കാർഡിനെ പറ്റി പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡുമായിട്ടല്ല, അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് രണ്ടിലെയും ഡീറ്റെയിൽസ് വ്യത്യാസമാണ്, ഞാൻ കൊടുത്ത കാര്യങ്ങൾ ഇങ്ങനെയാണ് പക്ഷെ എനിക്ക് വന്ന കാര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് NTA അപ്രോച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് നോട്ട് ചെയ്യുക. ഇനി അങ്ങനെ പ്രശ്നമുള്ള സാഹചര്യത്തിൽ ഈ മൊത്തം ഡീറ്റെയിൽസ് മാറ്റുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേ സെയിം ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് എക്സാം എഴുതാൻ സാധിക്കും. പിന്നെ വേണ്ട മാറ്റങ്ങൾ NTA മാറ്റിക്കോളും. ഓൾസോ നിങ്ങൾക്ക് മെയിലായിട്ട് വരില്ല അഡ്മിറ്റ് കാർഡ്, നിങ്ങൾ തന്നെ സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യേണ്ടുന്ന ഒരു ഡോക്യുമെന്റ് ആണ് അഡ്മിറ്റ് കാർഡ്. അതിനകത്താണ് നിങ്ങളുടെ എവിടെ വെച്ചാണ് എക്സാം നടക്കുക, എപ്പോഴാണ് എക്സാം നടക്കുക, സ്ലോട്ടും സെന്ററും ഡീറ്റെയിൽസ് ഉണ്ടാവുക, വിച്ച് ഈസ് ക്രൂഷ്യൽ ഫോർ യുവർ PG എക്സാം. സോ ഇത്രയുമാണ് ഈ സെഷനിൽ പറയാനുള്ളത്. CUET PG 2023 വേണ്ട എല്ലാവിധ സപ്പോർട്ടും UG+ അവൈലബിൾ ആണ്. വേണ്ടവർക്ക് അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ UG+ ആപ്പ് ഡൗൺലോഡ് ചെയ്താലും ഫീച്ചേഴ്സ് എല്ലാം തന്നെ കണ്ടു മനസ്സിലാക്കാവുന്നതാണ്. സോ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പീസ് ഔട്ട്.